ബാലരാമപുരത്ത് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ബാലരാമപുരം ജംഗ്ഷനിലെ പോലീസ് എയ്ഡ് പോസ്റ്റിലാണ് CI ഓഫീസ് സ്ഥാപിക്കുവാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. 4 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റൂറൽ അഡീഷണൽ SP-യും ബഹുമാനപ്പെട്ട MLA-യും DYSP-യും എല്ലാം ഈ സ്ഥലം സന്ദർശിച്ചു. അനാവശ്യ പ്രസ്താവനകൾ ഇളക്കി ആരും മിടുക്കരാവാനിരിക്കരുത്. നമ്മുടെ നാട്ടിൽ വികസനം കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരും സ്വയം ഞാനാണ് എന്നുള്ള ധാരണയിൽ പ്രസ്താവനകൾ കൊടുക്കുകയും അത് പിന്നെ മറ്റൊരു തരത്തിലേക്ക് വലിച്ചിഴയ്ക്കാതെ ഈ നാടിന് വികസനമാണ് നമുക്ക് ആവശ്യം. അതിനു വേണ്ടി MLA മുൻകൈയെടുക്കും. അതിവിടെ തന്നെ സ്ഥാപിക്കുകയും ചെയ്യും. ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് വരുന്നത് അറിഞ്ഞുകൊണ്ട് ചിലർ മുൻകാലത്ത് ആവശ്യപ്പെടുന്നു എന്ന് വ്യാജമായി അവരുടേതാണ് വികസനമെന്ന് വരുത്തി തീർക്കാനുള്ള ഈ ചെപ്പടി വിദ്യയെ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ബാലരാമപുരം പൗരാവലിക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടും. കഴിഞ്ഞ ദിവസം വിൻസെൻ്റ് MLA-യും അഡീഷണൽ SP-യും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഈ സ്ഥലം സന്ദർശിച്ചു. ഓഫീസ് സമുച്ചയത്തിന് വേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ചും വിലയിരുത്തൽ നടത്തി. SHO-മാർ സ്റ്റേഷൻ ചാർജ് മാറ്റിക്കൊണ്ട് SI-മാരെ സ്റ്റേഷൻ ചാർജ് ഏൽപ്പിച്ചുകൊണ്ടും CA സ്റ്റേഷനുകൾ അനുവദിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ബാലരാമപുരവും മറ്റൊരു സ്റ്റേഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കിൾ സ്റ്റേഷനാണ് അനുവദിക്കുന്നത്. ആ സർക്കിൾ സ്റ്റേഷൻ ബാലരാമപുരത്ത് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും ഞങ്ങളുടെയും പാർട്ടിയുടെയും ആവശ്യം. ബഹുമാനപ്പെട്ട MLA-യെ അറിയിച്ചിട്ടുണ്ട്. MLA ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റൂറൽ SP-യുമായി സംസാരിക്കുകയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ആ കെട്ടിടത്തിന് തയ്യാറാക്കി കൊടുക്കുന്നതിൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വവും ലോക്കൽ ബോഡിക്കുള്ളതാണ്. ദേശീയപാതയ്ക്കരികിൽ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസ് വരുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഏറെ അനുയോജ്യമാകുമെന്നുള്ളത് കൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. ബാലരാമപുരം ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ കരവന കളിക്കാവിള പാതാ വികസനത്തിൻ്റെ ഭാഗമായി ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ആ ജംഗ്ഷനിലെ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് മാറ്റി പനാരക്കുന്നിലേക്ക് കൊണ്ടുപോയി. ആ കെട്ടിടത്തിൻ്റെ 90% ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കെട്ടിടത്തിൽ ബാലരാമപുരം CI ഓഫീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസായി മാറ്റാനുള്ള ശ്രമത്തിന് വളരെ കാലമായി ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. ബാലരാമപുരത്തിന് ജംഗ്ഷൻ്റെ ക്രമസമാധാന നില സംരക്ഷിക്കാനും ഈ കെട്ടിടത്തിൻ്റെ ഈ ശോചനീയ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ബാലരാമപുരം ജംഗ്ഷനിലെ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടറാക്കി ഓഫീസാക്കി മാറ്റാനുള്ള നടപടിയെ ബാലരാമപുരത്തെ പൗരാവലി സദൃശം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ MLA വിൽസണിൻ്റെയും പ്രത്യേകമായ ശ്രമകരമായിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ വരുന്നത്. ഈ സ്ഥലം ഇവിടെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി പരിശ്രമിച്ച ബഹുമാനപ്പെട്ട പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ബാലരാമപുരം ജനങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് വരുന്നത് അറിഞ്ഞുകൊണ്ട് ചിലർ മുൻകാലത്ത് ആവശ്യപ്പെടുന്നു എന്ന് വ്യാജമായി അവരുടേതാണ് വികസനമെന്ന് വരുത്തി തീർക്കാനുള്ള ഈ ചെപ്പടി വിദ്യയെ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ബാലരാമപുരം പൗരാവലിക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടും. പുതുതായി ആരംഭിക്കുന്ന CI ഓഫീസ് സ്ഥാപിക്കുന്നതിനായി വിവിധ പ്രദേശങ്ങളിലെ വാടക കെട്ടിടങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചിരുന്നെങ്കിലും എയ്ഡ് പോസ്റ്റ് മെയിൻ്റനൻസ് നടത്തിയാൽ ഈ കെട്ടിടം അനുയോജ്യമാകുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ബാലരാമപുരം ജംഗ്ഷനിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് തിരഞ്ഞെടുത്തത്. ജംഗ്ഷനിലെ പഴയ പോലീസ് സ്റ്റേഷൻ അടിയന്തരമായി പുതുക്കി പണി ചെയ്തുകൊണ്ട് അവിടെ സർക്കിൾ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട MLA-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് MLA ഈ സ്ഥലം സന്ദർശിച്ചത്. അവിടെ തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ബാലരാമപുരം ജംഗ്ഷനിലെ പോലീസ് ഹെഡ് പോസ്റ്റിൽ CI ഓഫീസ് വരുന്നത് പരാതിക്കാർക്കും ഏറെ അനുയോജ്യമാകുമെന്നാണ് വിലയിരുത്തൽ. സർക്കിൾ ഇൻസ്പെക്ടറുടെ പുതിയ ഓഫീസ് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലത്തെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിനും റിപ്പോർട്ട് നൽകും. ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് ലഭിക്കുന്നതോടെ ഇവിടെ പുതിയ CI ഓഫീസ് സ്ഥാപിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്.